21 പേർ മരിക്കുകയും 165 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കരിപ്പൂർ വിമാന ദുരന്തം നടന്നിട്ട് 4 വർഷം. കോവിഡിന്റെ രൂക്ഷതയിൽ കഴിയുന്ന ജനതയെ ഞെട്ടിച്ച ദുരന്തമായിരുന്നു ഇത്. 2020 ഓഗസ്റ്റ് 7 രാത്രി 8 മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്തം പറന്നിറങ്ങിയത്. ദുബായിൽ നിന്ന് 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ IX-1344 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ 2 വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നു. വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത 10ാമത്തെ റൺവേയിൽ. തെന്നിമാറിയ വിമാനം ചതുപ്പ് നിലവും കടന്ന് 35 മീറ്ററോളം താഴേക്ക് വീണ് 3 കഷ്ണമായി പിളരുകയായിരുന്നു. വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തി. വിമാനത്തിന്റെ പൈലറ്റ് ദീപക് വസന്ത് സാധെ, സഹ പൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരടക്കം 19 പേരാണ് അപകടത്തിൽ മരിച്ചത്. പറന്നുയർന്ന സമയത്ത് തന്നെ വിമാനത്തിന്റെ ശബ്ദത്തിൽ തകരാർ അനുഭവപ്പെട്ടിരുന്നു. യാത്രയിലുടനീളം യാത്രക്കാർ പ്രാർത്ഥനയിലായിരുന്നു. ഒടുവിൽ ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചു. കരിപ്പൂരിൽ ഇറങ്ങാനാവാതെ 2 വട്ടം കറങ്ങി. ആ സമയത്താകെ വിമാനത്തിന്റെ ഒരു പ്രത്യേക ശബ്ദമായിരുന്നു. ഒടുവിൽ അപകടത്തിലേക്കാണ് ലാൻഡ് ചെയ്തിറങ്ങിയത്. ബാലൻസ് തെറ്റിയതോടെ വിമാനത്തിനുള്ളിൽ കൂട്ടക്കരച്ചിലായിരുന്നു. പലർക്കും ബോധം നഷ്ടപ്പെട്ടു. വിമാനം പൊട്ടിത്തെറിച്ചു. ദുരന്ത കാരണത്തെക്കുറിച്ച് തർക്കങ്ങൾ പലതുണ്ടായി. എയർ ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പിഴവ് പൈലറ്റിന്റെ ഭാഗത്തു നിന്ന് തന്നെയെന്ന് കണ്ടെത്തി. വൈപ്പർ തകരാറിലായിരുന്നിട്ടും ഓട്ടോ പൈലറ്റ് രീതിയിൽ ഇറക്കുന്നതിന് പകരം സ്വന്തം നിയന്ത്രണത്തിൽ മാത്രം വിമാനമിറക്കാൻ ശ്രമിച്ചത്, സഹ പൈലറ്റ് അഖിലേഷ് നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ലംഘിച്ചത്, കരിപ്പൂരിലെ ലാൻഡിംഗ് ദുഷ്കരമെന്ന് തിരിച്ചറിഞ്ഞ് കൊച്ചി, കോയമ്പത്തൂർ തുടങ്ങിയ മറ്റ് വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കാഞ്ഞത് തുടങ്ങിയവയെല്ലാം മുഖ്യ പൈലറ്റ് ക്യാപ്റ്റൻ സാധയുടെ പിഴവായി അന്വേഷണത്തിൽ കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി വോയ്സ്.